തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഫോൺ ചെയ്യാനായിട്ടിടയായി. ശുശ്രൂഷാ രംഗത്ത് വളരെ സജീവമായിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് വിവാഹശേഷം ഒത്തിരി വർഷങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു. പിന്നീട് ഒത്തിരി പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു കുട്ടിയെ ലഭിച്ചു. എന്നാൽ ഈ അടുത്ത കാലത്ത് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ അന്വേഷിച്ചെങ്കിലും എവിടെയും കാണാൻ സാധിച്ചിരുന്നില്ല. വചന പ്രഘോഷണ രംഗത്തും അതുപോലെ തന്നെ കൗൺസിലിംഗ് അതുപോലെ ശുശ്രൂഷയിലൊക്കെ സജീവമായിരുന്നു ആ വ്യക്തി. അതുകൊണ്ടാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് ഫോൺ വിളിച്ചത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര ഒത്തിരി ആയാലോ കണ്ടിട്ട്, എന്തുണ്ട് വിശേഷം, എന്താണ് പ്രോഗ്രാമിനൊന്നും കാണാത്തത്? അപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്, അച്ഛാ കുട്ടി ഉണ്ടായതിന് ശേഷം എനിക്കങ്ങനെ ശുശ്രൂഷയ്ക്കൊന്നും അധികം പോകാനായിട്ട് പറ്റുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ എന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ കൃപകൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഈ കൃപകളൊക്കെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തിന് വേണ്ടി കൂടുതൽ ഓടുവാനും വേണ്ടിയല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും ദൈവം നൽകിയ കൃപകളുടെ പേരിൽ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ തീഷ്ണത, ദാഹമൊക്കെ കുറയുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ടോ? ചില അവസരങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് പള്ളിയിൽ പോകാൻ പോലും സമയമില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾക്കായിട്ട് പലയിടങ്ങളിലും പള്ളികളിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ എന്തുമാത്രം സമയം ചിലവഴിക്കുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ എന്തുമാത്രം നടത്തുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. എന്നാൽ ആ കൃപ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട്, ഈ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കിയ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് പലപ്പോഴും നമ്മൾ മടി കാണിക്കാറില്ലേ? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവനോട് ചേർന്ന് തന്നെ ജീവിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ച കൃപകൾ അവനെ കൂടുതൽ സ്നേഹിക്കാനും അവനോടൊത്ത് കൂടുതലായിരിക്കുവാനുമുള്ള അവസരങ്ങളായിട്ട് നമുക്ക് മാറ്റാം. അതിനുള്ള ശക്തിയാണ് നമുക്ക് ആവശ്യം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.